വെരി ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമ്മുടെ ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഫിബോയും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്തേക്കാം. മാർക്കറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടിയിട്ടില്ല. ഇനി ഏകദേശം ഒരു 1 മിനിറ്റും കൂടെ ബാലൻസിങ് ഉണ്ട്. അപ്പം ബാലൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഫിബോയെ ഡ്രോ ചെയ്ത് ഹൊറിസോണ്ടൽ ലൈനും കൂടെ ഡ്രോ ചെയ്ത് വയ്ക്കാം. പിന്നെ ക്ലോസിൽ അപ്പോ ഡൗണോ വല്ലതും മൊമെൻറ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റുകയും ചെയ്യാം. CPR നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം ഞാൻ എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ്, ഒരു ബുള്ളിഷ് മൊമെൻറ്റമാണ് ഞാൻ ഇന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ലൈനെ ക്രോസ് ചെയ്ത് മാർക്കറ്റ് മേളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ബൈ സൈഡ് കോൾ സൈഡ് എൻട്രി എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഏതായാലും ഇനിയിപ്പോൾ ഒരു 21 സെക്കൻഡും കൂടെ ബാക്കിയുണ്ട്. നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈനിൽ വന്ന് മാർക്കറ്റ് റിജക്ഷൻ എടുക്കുമ്പോൾ അവിടെ നിന്ന് ഒരു കോൾ സൈഡ് എൻട്രി എടുക്കാം. കോൾ സൈഡ് എന്ന് പറഞ്ഞാൽ സി സൈഡ് എൻട്രി എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഏകദേശം മാർക്കറ്റിൻ്റെ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ആ ഫിബോയും കൂടെ നമുക്ക് വേണമെങ്കിൽ കളഞ്ഞേക്കാം. മാർക്കറ്റിൻ്റെ ക്ലോസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മളുടെ ലൈനിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നോക്കാം. ഇവിടുന്ന് ഇപ്പോൾ ട്രേഡ് എടുക്കുന്നില്ല. എനിക്ക് നല്ലൊരു കോൾ സൈഡ് എൻട്രി ആണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഒരു കോൾ ഒരു 53-200ൻ്റെയോ വല്ല കോളും ബൈ ചെയ്യാമെന്നാണ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മളുടെ ട്രേഡേഴ്സ് മാർക്കറ്റ് നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടാണ് വരുന്നത്. റിജക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു അഗ്രസീവ് എൻട്രി എടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട്, ഇപ്പോഴും എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിലോട്ട് തന്നെ എൻട്രി എടുക്കാമെന്നാണ്. ഒരു കോൾ സൈഡ് തന്നെ എൻട്രി എടുക്കാമെന്നാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു പൊസിഷൻസും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രേഡ് എടുക്കാം. അപ്പം മാർക്കറ്റ് നമ്മുടെ ലൈനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ക്രോസ് ചെയ്ത് താഴത്താണ് ക്ലോസ് വരുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മളുടെ പുട്ട് സൈഡ് എൻട്രി എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ സ്ട്രാറ്റജി. അപ്പം പക്ഷേ അതിന് മുന്നേ നമുക്കൊരു ഓവറോൾ വ്യൂ ഉണ്ടാവണം. കാരണം ട്രാപ്പിൽ നമ്മൾ ഒരിക്കലും ചെന്ന് പെടരുത്. അപ്പോൾ താഴത്താണ് ക്ലോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഞാൻ ട്രേഡ് ഒരു ഡൗൺ സൈഡ് ഒരു പി സൈഡ് എൻട്രി എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരു ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് വ്യൂ ആണ് ഞാൻ നോക്കുന്നത്. സോ അവിടെ ഇപ്പോൾ ക്യാൻഡിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടിയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇവിടെ നിന്നിപ്പം താഴത്തോട്ട് എൻട്രി എടുക്കാനാണ് മാർക്കറ്റ് പറയുന്നത്. പക്ഷേ ഞാൻ എടുക്കുന്നില്ല. ഞാനിപ്പം ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മുടെ ലൈനിനെ ക്രോസ് ചെയ്ത് മേളിലൊരു ക്ലോസ് തരുവാണെന്നുണ്ടെങ്കിൽ ഈ താഴത്തോട്ടുണ്ടായ ബ്രേക്ക് ഡൗൺ ഒരു ഫേക്ക് ആക്കിക്കൊണ്ട് മേളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് തരുവാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു കോൾ സൈഡ് എൻട്രി എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എന്താണെന്ന് നമുക്കൊന്ന് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ മോർണിംഗ് സെറ്റപ്പിൻ്റെ ട്രേഡ് ഞാൻ അവോയ്ഡ് ചെയ്യും. ഏതായാലും പുട്ട് സൈഡ് എൻട്രി ഞാൻ നോക്കുന്നില്ല. കാരണം വേറൊന്നുമല്ല, പുട്ട് സൈഡ് എൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് തന്നെയാണ്. സോ അതാണ് ഞാൻ പുട്ട് സൈഡ് എൻട്രി നോക്കാത്തത്. പിന്നെ ഇന്നിപ്പോൾ ട്രേഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇന്നലെ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണമെന്നൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കണ്ട ആഴത്തേക്ക് നല്ലൊരു ഡൗൺ ഫോളാണ് കിട്ടുന്നത്. ഇനിയിപ്പം CPR ഒരു R1 ബ്രേക്ക് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് താഴേന്ന്. അപ്പം വെയിറ്റ് ചെയ്യാം എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇത്രയും താഴത്തോട്ടൊരു മാർക്കറ്റ് ഓക്കെ. നമ്മളിപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ 226 എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയേനെ.
പക്ഷേ കണ്ട നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി ഓൾറെഡി 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോഴേ. സോ ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു നല്ലൊരു മേളിലോട്ടൊരു ക്ലോസ് തരുമോ? കാരണം അങ്ങനെ എനിക്കിനി തോന്നുന്നില്ല. കുഴപ്പമില്ല, നമ്മളങ്ങനെ വലിയൊരു അഗ്രസീവ് ട്രേഡ് ചെയ്തേ മതിയാവുള്ളൂ എന്നൊന്നുമില്ല. കണ്ടോ 130. പിന്നെയും മാർക്കറ്റ് താഴത്തോട്ട് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. നല്ലൊരു ഫോള് വന്നിട്ടുണ്ട്. ട്രേഡേഴ്സ്, എനിക്ക് തോന്നുന്നതേ ഇന്നത്തെ മോർണിംഗ് ട്രേഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഒരു ഡൗൺ സൈഡ് എൻട്രി എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്കുണ്ടോ നല്ല ഫോളായി. ഓൾമോസ്റ്റ് നമ്മളുടെ ടാർഗറ്റിനെ ഹിറ്റ് ചെയ്തേനെ. അപ്പോൾ പക്ഷേ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇത്രയും ഒരു 119 ആയി. ഇനിയിപ്പോൾ അവിടുന്ന് തിരിച്ച് കയറി ഒരു 226-ൻ്റെ മേളിലൊക്കെ ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യുമെന്ന് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. സോ എനിക്ക് തോന്നുന്നത് ഇന്ന് നമുക്ക് മോർണിംഗ് സെറ്റപ്പ് ഫോം ആവാത്തതുകൊണ്ട് നമുക്ക് നമ്മളുടെ മോർണിംഗ് ട്രേഡ് ഇന്ന് അവോയ്ഡ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. നമുക്കിന്നിപ്പോൾ ട്രേഡ് എടുക്കണ്ട. ഓക്കെ, ഇപ്പോൾ ഏതായാലും ഇത്രയും ടൈമുമായി. സോ നോ ട്രേഡിംഗ് സെറ്റപ്പ്, നോ ട്രേഡ്. സോ നമ്മൾ ഇന്നത്തെ മോർണിംഗിലെ ട്രേഡ് അവോയ്ഡ് ചെയ്യുകയാണ്. ഞാൻ നമ്മുടെ ഓർഡർ ബുക്കും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ട്രേഡുകളൊന്നും എടുത്തില്ല. ഇനി എന്തെങ്കിലും ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ട്രേഡേഴ്സ്, നമുക്ക് അത് കഴിഞ്ഞൊരു എൻട്രി കിട്ടിയിട്ടുണ്ട്. ഒരു 3000-ൻ്റെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ട്. ഓർഡർ ബുക്ക് ഒന്ന് കാണിച്ചു തരാം. 1:19 നമ്മളുടെ ട്രേഡ് എൻട്രി ആയി. 1:49 ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രേഡ് എടുക്കാനുള്ള റീസൺ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ആ ക്യാൻഡിലിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ആ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ, ഈ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലിൻ്റെ ഇതിലായിരുന്നു, ലോജിക്കലായിരുന്നു നമ്മളുടെ ട്രേഡ് എടുത്ത്. ഈ ഒരു ഭാഗത്ത് നമ്മൾക്ക് എൻട്രി കിട്ടി. ഒരു 1:2 എന്നുള്ളൊരു റിസ്ക് റിവാർഡ് റേഷ്യോയും കൂടിയാണ് വെച്ചത്. എൻഗൾഫിംഗ് ക്യാൻഡിലൊക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയാൻ പാടില്ലാത്തവർക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനെ ഒരു ക്യാൻഡിലായിട്ട് കാണുക. ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നു, അതിനെ ഫുള്ളായിട്ട് എൻഗൾഫ് ചെയ്ത് അടുത്തൊരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. ഇതിൻ്റെ ഹൈയെയും ലോയെയും ബ്രേക്ക് ചെയ്ത് ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ മൊത്തത്തിൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ വിഴുങ്ങുക. അപ്പോൾ നേരത്തെ ക്യാൻഡിലിനെ തൊട്ട് പ്രീവിയസ് ക്യാൻഡിലിനെ മുഴുവനായിട്ടും വിഴുങ്ങുന്ന ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ ഉണ്ടാകുമ്പോൾ ആ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലിനെ ബേസ് ചെയ്താണ് ഈ ഒരു ക്യാൻഡിൽ. ഈ ക്യാൻഡിലിനെ മൊത്തത്തിൽ അടുത്ത ക്യാൻഡിൽ എൻഗൾഫ് ചെയ്തിരിക്കുക. കണ്ടോ, ആ എൻഗൾഫിംഗ് ക്യാൻഡിൽ ഉണ്ടായി ഉടനെ നമ്മൾ സാധാരണ അതിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ട്രേഡ് എടുക്കേണ്ടത് ലോജിക്ക് പ്രകാരം. പക്ഷേ ഞാൻ നമ്മളുടെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്ത ഉടനെ തന്നെ ഈ ഒരു പോർഷനിൽ തന്നെ ഞാൻ നമ്മുടെ ട്രേഡിൽ എൻ്ററായി. ഒരു 1:3 എന്നുള്ളൊരു 1:2 ആക്ച്വലി ഒരു സ്കാൽപ്പിംഗ് മെത്തേഡാണ് യൂസ് ചെയ്തത്. ആ ക്യാൻഡിൽ, ആ എൻഗൾഫിംഗ് ക്യാൻഡിലിൻ്റെ ഹൈയെ ഞാൻ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചു. ഒരു 1:2 എന്നുള്ളൊരു റേഷ്യോയിൽ ഞാൻ ടാർഗറ്റും വെച്ചു. ഏകദേശം ഒരു 77 പോയിൻറ്റോ ടാർഗറ്റും. അതിന് ഞാൻ 77 പോയിൻ്റ് ഒന്നും ആവാൻ നോക്കിയില്ല. അവിടുന്ന് റിട്രേസ് ചെയ്ത് താഴോട്ട് വന്നു. ഈ റെഡ് ക്യാൻഡിൽ വറ്റിയപ്പോൾ ഞാൻ മാനുവലി നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ എക്സിറ്റ് ചെയ്യാൻ നേരത്ത് ഒരു 4000 സംതിങ് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എക്സിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരു 3000-ലാണ് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പം ഇന്ന് മോർണിംഗ് സെറ്റപ്പ് ഉണ്ടാകാത്തതുകൊണ്ട് നമ്മൾ മോർണിംഗിൽ ട്രേഡുകളൊന്നും എടുത്തില്ലായിരുന്നു. ഇപ്പം ഈ ഒരു ഒറ്റ ട്രേഡും കൂടിയേ ഉള്ളൂ. ഇനി ട്രേഡുകളൊന്നും എടുക്കുന്നുമില്ല. താങ്ക് യു, ബൈ.